കൃഷ്ണ രക്ഷിക്കണേ. വെണ്ണ കൊണ്ടൊരു തുലാഭരണത്തേക്ക് എന്റെ നാക്ക് പിഴക്കില്ലേ. ആ അമ്മാവൻ ഇതപ്പോ വന്നു. വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങും പോവില്ലായിരുന്നല്ലോ. സീത എവിടെ? സീതേ, സീതേ, എന്താ അമ്മാവനൊന്നും മിണ്ടാത്തത്? വീട്ടിലേക്ക് വരാത്തതിന് എന്നോട് പരിഭവിച്ചിരിക്കായിരിക്കും അല്ലേ? സമയം കിട്ടണ്ടേ അമ്മാവ? നാണം കെട്ടവന് മിണ്ടരുത് എന്നോട്. നീ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ കരുതിയില്ല. ഇനി ഒരിക്കലും നീ എന്റെ വീട്ടിലേക്ക് വരികയും വേണ്ട. എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ വേണ്ട. സീത ഞാൻ കൊണ്ടുപോവാ. ഇനി അവൾക്ക് ഇങ്ങനെ ഒരു ഭർത്താവില്ല. എന്താ എന്താ അമ്മേ പ്രശ്നം? എന്റെ ഈശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? എടാ, ഞങ്ങളെയൊക്കെ നീ ചതിച്ചല്ലോടാ. നിന്നെ ഞാൻ കൊല്ലോടാ. അമ്മേ കാര്യം എന്താന്ന് പറയുമേ? എടാ, നിനക്കൊന്നും അറിഞ്ഞൂടല്ലേ? ഇല്ല. ഏതാണ് അവള്? എവള്? എടാ, മുറി കിടന്ന് ഉറങ്ങുന്ന പെണ്ണ് ഏതാന്ന്? ഓ, അതാണോ കാര്യം? സീതേ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ? പറയടാ, ഏതാടാ പെണ്ണ്? പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. സത്യത്തിന്റെ മുഖം വികൃതമാണ്. അമ്മേ, അമ്മയുടെ മകൻ ചില തെറ്റുകൾ ചെയ്തേക്കാം. പക്ഷെ ഒരിക്കലും ഞാനൊരു വൃത്തികെട്ടവനല്ലമ്മേ. സീതേ, നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ കുട്ടേട്ടൻ നിന്നെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കുമെന്ന്? പറയും. നിനക്കെന്നെ വിശ്വാസമല്ലേ? ഓഹോ, നീ എന്നെ സംശയിക്കുന്നല്ലേ? എങ്കിൽ ആ പെണ്ണിന്റെ ആരാണെന്ന് പറയൂ. അത് അത് കൃഷ്ണ, ഇവരോട് ഞാൻ എന്ത് പറയും? നീ എനിക്കൊരു വഴി പറഞ്ഞു തരൂ. സാറ് നിരപരാധിയാണ്. ഒരു ശുദ്ധനായ മനുഷ്യനെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. തക്കതായ ഒരു കാരണമില്ല സാർ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ആ തക്കതായ കാരണം എന്ന് പറഞ്ഞു തരൂ. ഗോപാല, നീ എങ്കിലും എന്നോട് സത്യം പറയണം. കൊച്ചമ്മ, സത്യം മാത്രമേ ഞാൻ പറയൂ. അത് ആരുടെ മുഖത്ത് നോക്കിയും പറയും. എന്റെ തല പൊക്കോട്ടെ, പക്ഷെ സത്യം വിട്ടുള്ള ഒരു കളിയില്ല. അത് ഞാൻ പഠിച്ചിട്ടില്ല. ആ പെൺകുട്ടി സാറിന്റെ ഒരു കൂട്ടുകാരന്റെ മോളാണ്. അല്ലേ അല്ലേ സാറ്? കൂട്ടുകാരന്റെ മോളെന്താ ഇവിടെ? ഒരു കൂട്ടുകാരന്റെ മോക്ക് വേറൊരു കൂട്ടുകാരന്റെ വീട്ടിൽ വന്ന് താമസിച്ചിടുന്നുണ്ടോ? അതിലെന്താ തെറ്റ്? നുണ പറയാം. അതിൽ വിശ്വസനീയത വേണം. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ തനിച്ച് താമസിക്കുന്നിടത്തുണ്ടാക്കുന്ന കൂട്ടുകാരനല്ല. അതിന് വേറെയാ പേര്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. സീതേ, നീ പുറപ്പെടാൻ തയ്യാറാവും. എടാ, ആ പെട്ടിയൊക്കെ എടുത്ത് വണ്ടി വെക്ക്. ഇവനവന്റെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. ആ പെണ്ണുവിന്റെ ഭാര്യയോ വെപ്പാട്ടിയോ എന്ത് മാങ്ങാത്തിലോനെ ആവട്ടെ. എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു ഭർത്താവിന് വേണ്ട. നാരായണ, ഞാനും ഉണ്ട് നിന്റെ കൂടെ. ഇത്രയും ദുസ്വഭാവിയായ ഒരു മകൻ എനിക്കില്ല. ഞാൻ മരിച്ചാൽ എന്റെ കർമ്മം ചെയ്യാൻ പോലും നീ വരരുത്. നീയും ആ പെണ്ണും കൂടി ഇവിടെ തന്നെ അങ്ങ് താമസിച്ചോ. അമ്മേ, അവൾ ആരാണെന്ന് ഞാൻ പറയാം. അത് കേട്ടിട്ട് അമ്മ പോയാൽ മതി. പക്വതയില്ലാത്തൊരു പ്രായത്തിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റിന്റെ പ്രായച്ചിത്തമാണമ്മേ അവൾ. വിവാഹത്തിന് മുമ്പ് ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് സംഭവിച്ചു പോയൊരു തെറ്റ്. ആ തെറ്റിന്റെ ഫലം എന്റെ മകളാണമ്മേ അവൾ. സീത, നിനക്കറിയോ, എന്റെ ഉള്ളിലുണ്ട് നീറുന്ന ഒരു പിതാവിന്റെ ഹൃദയം. നീ പറയുന്നതൊക്കെ സത്യമാണോ? നുണയാണെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഇതും പുച്ഛിച്ചു തള്ളാം. പക്ഷേ ഇത് സത്യമായിട്ടും സത്യമാണ്. അപ്പോ ഈ കുട്ടിയുടെ അമ്മ മരിച്ചുപോയി. എന്റെ മോളെ പ്രസവിച്ച് അധികം താമസിയാതെ. അവളോട് എനിക്ക് നീതി കാണിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്റെ മോളെ ഞാൻ ഉപേക്ഷിച്ചില്ല. അവളെ ബോർഡിംഗ് നിർത്തി പഠിപ്പിച്ചു. പക്ഷേ ഞാനാണ് അച്ഛനെന്ന് അവൾക്കറിയില്ല. അന്യനെ പോലെ ദൂരെ നിന്നു. അവളെ കാണാൻ വേണ്ടി മാത്രമാണ് ഈ എസ്റ്റേറ്റ് വാങ്ങിച്ചതും നാടും വീടും ഉപേക്ഷിച്ച് ഇവിടെ വന്ന് താമസിക്കുന്നു. ഇതൊക്കെ ഞാൻ മറച്ചു വെച്ചത് തെറ്റാണെന്ന് എനിക്കറിയാം. അമ്മേ, പൊറുക്കാനാവാത്ത തെറ്റാണ് ഈ മകൻ ചെയ്തതെങ്കിൽ അമ്മയ്ക്ക് എന്നെ വിട്ടിട്ട് പോവാം. സീതേ, എന്തുകൊണ്ടോ എനിക്ക് നിന്നോട് തുറന്നു പറയാൻ കഴിഞ്ഞില്ല. ഇനിയും നിനക്കെന്നെ വിശ്വാസമായില്ലെങ്കിൽ ഈ കുട്ടേട്ടനെ ഉപേക്ഷിച്ച് നിനക്കും പോകാം. മോളെ, തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ? എന്റെ മോൻ അത്ര നിരകെട്ടവനല്ല. അവനെ ഞാൻ അങ്ങനെ വളർത്തിയിരിക്കുന്നത്.
സംഗതി ഏറ്റോടാ. ഏറ്റ മട്ടുണ്ട്, അല്പ കടന്ന കൈയായി പോയി. പിന്നെ ഞാൻ എന്താ ചെയ്യാ? എല്ലാം ഗുരുവായൂരപ്പനെ സമർപ്പിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഭഗവാൻ നാവിൽ തോന്നിച്ചു, ഞാനതങ്ങ് പറഞ്ഞു. എല്ലാവരും കൂടെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മോളായിട്ട് കൊണ്ട് നടക്കേണ്ടി വരില്ലേ? അതിന് വഴിയുണ്ട്. കുറച്ചു ദിവസം കഴിഞ്ഞാൽ അമ്മയും സീതയൊക്കെ അങ്ങ് പോകില്ലേ, ഈ പെണ്ണ് ഹോസ്റ്റലിലേക്കും പോകും. 1 or 2 മാസം കഴിയുമ്പോൾ ഒരു നുണയോടെ പറയും അവള് മരിച്ചു പോയെന്ന്. പ്രശ്നം അവസാനിച്ചില്ലേ? സാറ് കള്ളം പറയുന്നതിൽ PhD എടുത്തിട്ടുണ്ടോ? എടാ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ട സാക്ഷാൽ ഹരിചന്ദ്രൻ പോലും നുണ പറഞ്ഞു പോലൂടാ. എന്തിനാ കുട്ടേട്ട എന്നോട് ഈ കാര്യം മറച്ചു വെച്ചത്? ഞാൻ അവളെ തള്ളി പറയുമെന്ന് വിചാരിച്ചോ? ഞാനങ്ങനെ ഭയന്നു. കുട്ടേട്ടന്റെ അല്ലെങ്കിൽ സീതയുടെ മാത്രമായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? കുട്ടേട്ടന്റെ മോള് എന്റെയും മോളല്ലേ, എന്റെ സ്വന്തം. ഭഗവാനേ കൃഷ്ണ. കൃഷ്ണാക്കിടാവേ, ഇത് ഞാൻ തൊഴുന്നേൻ ആനന്ദമൂർത്തിയുടെ കാൽപുരാനെ. എപ്പോഴും മുമ്പിൽ തിരുമേനി കാണുവാൻ തക്കൊരു കണ്ണൻ അരുളിയിട വേണം. ജഗന്നിവാസ കരുണാമരാനേ മുകുന്ദ ഭക്തപ്രിയ വാസുദേവ. ജഗന്നിവാസ കരുണാമരാനേ മുകുന്ദ ഭക്തപ്രിയ വാസുദേവ. വരുന്ന രോഗങ്ങൾ അകന്നു പോകാൻ വരം തരണേ ശ്രീ ഗുരുവായൂരപ്പ. എന്താ മോളുടെ പേര്? ഇന്ദു. ആരൊക്കെയാണെന്ന് മനസ്സിലായില്ല കേട്ടോ. ഒക്കെ മനസ്സിലായിക്കോളും. അയ്യോ, ഒന്ന് പറയൂ. ഇവിടെ ആരും കൂട്ടില്ലാണ്ട് ഞാനങ്ങനെ വിമ്മിഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ആരാ? ആരാവണം? അമ്മയാണെന്ന് കരുതിക്കോളൂ. അതെ മോളെ, മോളുടെ അമ്മ തന്നെയാ. ഇന്ദുവിനെന്നെ ഇഷ്ടായോ? പേരെന്താ? സീത. സീതാലക്ഷ്മി. നല്ല പേരാട്ടോ. ഇല്ലത്തൊരു ചെറിയമ്മ ഉണ്ടായിരുന്നു, സീതാലക്ഷ്മി എന്നായിരുന്നു പേര്. പക്ഷെ അതൊരു അസത്ത, എന്നെ കണ്ണിനേറെ കണ്ടൂടാതിന്. പക്ഷെ ഈ സീതാലക്ഷ്മിക്ക് ഇന്ദുവിന് വലിയ ഇഷ്ടായി. മോൾക്ക് മുഖം കഴുകണ്ടേ? വരൂ. അയ്യോ, വായ പോലും കഴുകണ്ട വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത്. സംസാരവും രീതിയൊക്കെ കണ്ട കൊച്ചു കുട്ടികളെ മാതിരിയാ. ഒരു ഇല്ലത്ത് ജനിച്ചതല്ലേ, ആ ഒരു ഗുണം ഉണ്ടാവാണ്ടിരിക്കുമോ? അതും ഒരു തമ്പുരാട്ടിയില്. അല്ലാതെ ഒരു സാധാരണ സ്ത്രീയെ എത്ര സുന്ദരിയായാലും കുട്ടനൊരു തെറ്റ് പറ്റുന്നു തോന്നുന്നുണ്ടോ നാരായണ? ചായ കൊടുക്കുമോളെ. ഇന്നലെ രാത്രി എപ്പോഴാ വന്നത്? പോയത് ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാനായിരുന്നോ? എങ്കിൽ ഞാനും വരുമായിരുന്നു കേട്ടോ. അതിനെന്താ, മോൾക്ക് ഇനിയും വരാലോ അല്ലേ കുട്ടേട്ടാ? അതെ അതെ. എന്തോ എവിടെയായി കുട്ടി? ഒന്ന് കണ്ട് കൊതി മാറാൻ കിട്ടുന്നില്ലല്ലോ. അയ്യോ, മുത്തശ്ശി വിളിക്കണോ? ഞാൻ പോണു കേട്ടോ. നമ്മുടെ മോള് നല്ല സുന്ദരിയാണല്ലേ? അതെ അതെ. കുട്ടേട്ടന്റെ ചായയാണെന്നാ അച്ഛൻ പറയുന്നത്. എനിക്കത് തോന്നുന്നില്ല. അമ്മയെപ്പോലെയാകുമല്ലേ? അവളുടെ അമ്മ ഇത്ര സുന്ദരിയായിരുന്നോ? ആ, ഏതാണ്ടതൊക്കെ പോലെ. കുട്ടേട്ടാ, കുട്ടേട്ടൻ എന്തിനാ നെർവസ് ആവുന്നത്? എനിക്കതിൽ ഒട്ടും വിഷമമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായതില് ഇപ്പൊ ഞാൻ സന്തോഷിക്കുക. എന്തായിരുന്നു അവരുടെ പേര്? എന്റെ സീതെ, നീ ആ കഥകളൊക്കെ എന്നെ ഇനി ഓർമ്മിപ്പിക്കല്ലേ. മറന്നു കളഞ്ഞ കാര്യങ്ങൾ അതൊക്കെ.
ഇന്നെന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. ഇനി ആ സ്ത്രീയെക്കുറിച്ചോ പഴയ കഥകളെക്കുറിച്ചോ ഒന്നും നീ എന്നോട് ചോദിക്കരുത്. ആ നോട്ടവും ചിരിയും വർത്താനവും ഒക്കെ കുട്ടനെ കൊത്തി വെച്ചിരിക്കുന്ന പോലെയാ അല്ലേ നാരായണ? നല്ല ചായ ഉണ്ട്. എന്റെ ഗോപാല, നിനക്കെങ്കിലും എന്നോടൊന്ന് സൂചിപ്പിക്കായിരുന്നില്ലേ? എങ്കിൽ എന്റെ കുട്ടി ഹോസ്റ്റലിൽ വളരേണ്ട വല്ല കാര്യമുണ്ടോ? മോള് അച്ഛന്റെ തറവാട്ടിലേക്ക് പോരുന്നുണ്ടോ? എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞാരില്ലാത്തവരെ പോലെയാണല്ലോ വളർന്നത്. ഈ കുട്ടൻ ഇത്ര ദുഷ്ടനായി പോയല്ലോ. അച്ഛനാണെന്ന് പറഞ്ഞാൽ എന്താ, ആകാശം ഇടിഞ്ഞു വീഴുവോ? മോക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്. അച്ഛന്റെ വീട്ടിലാ മോളിപ്പോ ഇരിക്കുന്നത്. മോളുടെ അച്ഛമ്മയാണ് ഞാൻ. എന്റെ കുട്ടന്റെ മോളാ നീ. സത്യാണോ ഈ പറഞ്ഞത്? അതേ മോളെ, പ്രസവിച്ചില്ലെങ്കിലും മോളുടെ അമ്മയാണ് ഈ നിൽക്കുന്നത്. സത്യാണോ? അതേ മോളെ. അമ്മേന്നൊന്ന് വിളിച്ചേ. അമ്മേന്നൊന്ന് വിളിക്കും മോളെ. അമ്മേ, അമ്മേ. യെസ്, വിഷ്ണു സ്പീക്കിംഗ്. ആ, ഞാനാ തോമസ് ചാക്കോ. ഇപ്പൊ എത്തിയേ ഉള്ളൂ. പിന്നെ എങ്ങനെയുണ്ട് കാര്യങ്ങള്? കാര്യങ്ങള് അത് പിന്നെ ഞാൻ നേരിട്ട് പറയാം. താരെന്താ ഉരുളുന്നേ? ആഴ്ച ഒന്ന് കഴിഞ്ഞു, നീ എന്റെ ഊഴവാ. ഞാൻ എപ്പോഴാ വരണ്ടേ? ഞാൻ വിളിക്കാം. ആരാ? എന്റെ ഒരു ഫ്രണ്ടാ. ഞാനിന്ന് വീട്ടിലേക്ക് പോട്ടെ. ആ, അത് നന്നായി. അല്ല പിന്നെ സീതേ, നീ പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാ പോണ്ടെന്ന് പറയാ. എന്തിനു നിങ്ങൾ വിളിച്ചോണ്ട് പോവാ? എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്. അയ്യോ, അതെന്തിനാ? അവളെ പിരിഞ്ഞു നിൽക്കാൻ എനിക്ക് പറ്റണില്ല കുട്ടേട്ടാ. സീത, അവിടെ പഠിപ്പ് കളയാൻ പറ്റുമോ? കോളേജ് ഉടനെ തുറക്കില്ലേ? അവളെ പഠിപ്പ് അങ്ങ് പൊയ്ക്കോട്ടെ. അവള് പഠിച്ച് ജോലി ചെയ്തിട്ട് വേണ്ട ഇവിടെ കുടുംബം പുലർത്താൻ. അതല്ല, നിർബന്ധമാണെങ്കിൽ നാട്ടിലുണ്ട് നല്ല കോളേജ്. അതൊക്കെ അടുത്ത കൊല്ലം ആവമ്മേ. ഇക്കൊല്ലം ഇവിടെ അങ്ങ് അവളെ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇക്കൊല്ലം ഇനി അവള് കോളേജിൽ പോകുന്നില്ല. 10-12 കൊല്ലം പൂജയും പ്രാർത്ഥനയും ചെയ്തതിന്റെ ഫലം ഇപ്പോഴാ കിട്ടിയത്. എന്റെ കാര്യം പോട്ടെ, ഇവൾക്ക് വലിയ ആഗ്രഹങ്ങള്. ഇനി മോള് ഇവളുടെ കൂടെ വളർന്നാ മതി. അമ്മേ, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. നീ ഒന്നും പറയണ്ട. മോളുടെ കാര്യങ്ങൾ ഇനി നീ മാത്രം തീരുമാനിച്ചാ പോരാ, അതിന് ഞങ്ങൾക്കും ഉണ്ട് അവകാശം. ആ, എനിക്കെന്താ അവകാശം? അതല്ല, നിനക്ക് അവളെ പിരിയാൻ പറ്റില്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ പോരെ. അപ്പൊ എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും അമ്മേ? മോളെ കാണാൻ വേണ്ടി മാത്രമല്ലേ നീ മലമുകളിൽ വന്ന് കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇനിയിപ്പോ അത് വേണ്ട, നീ ഞങ്ങളുടെ കൂടെ പോരെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാ മതി, അല്ലെങ്കിൽ അങ്ങ് വിറ്റുകളാ. അമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? അതൊന്നും ശരിയാവില്ല. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. നമുക്ക് പോവാൻ കുട്ടേട്ടാ. ഇനിയെങ്കിലും നമ്മുടെ മോള് അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടി വളരട്ടെ. സീതേ, നീ എന്തോന്ന് അവന്റെ അടുത്ത് കിന്നാരം പറഞ്ഞോണ്ടിരിക്കുന്നത്? നീ ചെന്ന് അവന്റെ പെട്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. ചെല്ല. എടാ, ഇനിയെങ്കിലും മീശയും കറുപ്പിച്ച് പിള്ളേരെ കളിച്ച് നടക്കാതെ മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. പ്രായമായ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് നീ, അത് മറക്കണ്ട.
സാറ് നാട്ടിൽ പോയിരിക്കുക. അപ്പൊ ആ കുട്ടിയോ? അതിനെയും കൊണ്ടുപോയി. വീട്ടിലേക്കോ? ആ എടാ ഭയങ്കര. അയാൾ ആള് കൊള്ളാവല്ലോ. ഇപ്പോഴാ തന്റെ മുഖത്തൊരു ചൈതന്യം വന്നത്. അതാ ഭാര്യയും കുട്ടികളും കൂടിയുള്ള കുടുംബജീവിതത്തിന്റെ ഒരു സുഖം. മോളെന്താ ഒന്നും മിണ്ടാത്തത്? ഞാനെന്താ പറയാ? ഇവിടെ വന്നിട്ട് ഒരു ദിവസമേ ആയുള്ളൂ. ഇതിനിടയ്ക്ക് എന്റെ കുട്ടിക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റിയിട്ടില്ല. ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ വരികയല്ലേ. നമ്മൾ കുട്ടിയെ കാണിച്ചില്ലെങ്കിൽ അതൊരു വിഷമം. കേട്ടോ മോളെ, ഞാനും അച്ഛനും കൂടെ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാ. മോളും അമ്മയും അച്ഛനും കൂടെ ഒരു ദിവസം വീട്ടിലോട്ടൊന്ന് വരണം. വരാം. വരാമെന്ന് പറഞ്ഞാ പോരാ, വരണം. ഉടനെ ഒന്നും പറ്റിയെന്ന് വരില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും കൊണ്ടുപോയി പരിചയപ്പെടുത്തണ്ടേ? എന്റെ വീട്ടിൽ തന്നെ ഒരു മാസം നിർത്തണമെന്ന് പറഞ്ഞ അച്ഛൻ പോയത്. അതെ അതെ, അത് ശരിയാ. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മതി, പക്ഷെ വരണം. വരാം. എന്താടാ? എന്തു പറ്റി? അത്താഴമൊന്നും കഴിച്ചില്ലെന്ന് ചേച്ചി പറഞ്ഞു. ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഗ്ലാമറൊക്കെ പോയല്ലോ സാറേ. നര കുറേശ്ശെ തെളിയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല. ലൈസൻസ് ഉള്ള തന്തയായില്ലേ? പറഞ്ഞു പറഞ്ഞപ്പോ ഒരു തന്തയായ ഫീലിംഗാ. എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ? വല്ല വഴിയുണ്ടോടാ? വഴിയുണ്ട്, പെരുവഴി. സത്യം അറിഞ്ഞാ കൊച്ചമ്മയും ചേച്ചിയും നമ്മളെ രണ്ടുപേരെയും അടിച്ച് പെരുവഴിയിൽ ഇറക്കും. ആ തോമാച്ചനും നായരും കൂടിയുള്ള ചുറ്റിത്തിരിലെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ. അപ്പൊ നമ്മൾ പുറത്ത്. നമ്മൾ വെറും ഡ്രൈവർ അല്ലേ? അനുഭവിച്ചോ? ഇപ്പൊ നാട് മുഴുവൻ അറിഞ്ഞില്ലേ? വെറും 31 വയസ്സുള്ള അവിവാഹിതനായ യുവാവിന് 15 മോള്. ശവത്തി കുത്താതാ തെണ്ടി. ഇവിടെ ഞാൻ വേദന കൊണ്ട് പറയുമ്പോഴാ അവന്റെ ഒരു കച്ചേരി. എന്താ അവിടെ ഒരു ബഹളം? എന്താ കുട്ടേട്ടാ? എന്ത് പറ്റി? ഒന്നുമില്ല, ചെറിയൊരു തലവേദന. അയ്യോ, എന്താ പെട്ടെന്ന് ഇങ്ങനെ തലവേദന? ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട എന്ന് പറഞ്ഞ പറ്റില്ല. ഗോപാലേഷ, ഡോക്ടർ വാര്യനെ ഒന്ന് വിളിക്കേ. അയ്യോ ചേച്ചി, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ തലവേദന ഒരു പതിവാ. മരുന്ന് കഴിച്ചോണ്ടൊന്നും ഇത് മാറൂല. ഞാനിത് എത്ര കണ്ടതാ. പിന്നെ എന്താ ചെയ്യാ? വിക്സ് പുരട്ടട്ടെ? വേണ്ട, സാരമില്ല. ഇത്ര കഴിയുമ്പോ താനെ മാറിക്കോളും. അത്ര പെട്ടെന്ന് അങ്ങനെ വിട്ടുമാറുന്ന തലവേദനയാണോ? നീ ഇറങ്ങിപ്പോടാ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ. ഞാനൊന്ന് തല തടവി തരട്ടെ? എന്റെ സീതയെ ഒന്നുമില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോ താനെ മാറിക്കോളും. പെട്ടെന്നുള്ള ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. ഓ അമ്മേ, വിളി തുടങ്ങി. ഏത് നേരവും ഞാൻ അടുത്ത് തന്നെ വേണോന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? ഉറക്കം വരണുണ്ടാവും. ഞാൻ മോളുടെ മുറിയിലേക്ക് ചെല്ലട്ടെ. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ കുട്ടേട്ടന്? അമ്മയ്ക്ക് ഉറക്കത്തിൽ ഒരു ബോധമില്ല. അല്ലെങ്കിൽ അമ്മയുടെ മുറിയിൽ കിടത്തായിരുന്നു. ഒറ്റയ്ക്ക് കിടത്തിയ വല്ല ദുസ്വപ്നം കൊണ്ട് പേടിച്ച അത് മതി വല്ല അസുഖം. അമ്മതാ വരുന്നോ? കുട്ടേട്ടാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. ഈ പാല് കുടിച്ചിട്ട് വേണം കിടക്കാൻ. നല്ല കുറുക്കനാണല്ലോ. ഇപ്പൊ വിളിക്കുന്ന പറഞ്ഞ് ഞാൻ അവിടെ തപസിരിക്കുക. വിളിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയില്ല. പിന്നെ നമുക്ക് ഇവിടെ സംസാരിക്കാം. ഞങ്ങൾ ഇവിടെ സൽക്കാരത്തിനൊന്നും വന്നതല്ല. പാർട്ടി ഇവിടെ ഉണ്ടോ? അമ്പടാ വേന്ദ്ര, സ്വന്തം കുടുംബത്ത് കയറ്റി താമസിപ്പിക്കാനുള്ള ധൈര്യം എനിക്ക് പോലും ഇല്ല. താനിത് എങ്ങനെ സാധിക്കുന്നത്? അതൊക്കെ ഓരോരുത്തരുടെ മിടുക്ക്. പക്ഷെ എന്നോടൊന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോരാനുള്ള മര്യാദ കാണിക്കണമായിരുന്നു. പറ്റിപ്പോയി, ക്ഷമിക്കണം. ഒരാഴ്ചയും 3 ദിവസമായി. 7,000 രൂപ കൂടി തരേണ്ടി വരും. ബിസിനസ് ഈസ് ബിസിനസ്. തരാം. പിന്നെ എനിക്ക് ഒരാഴ്ച സമയം കൂടെ തരണം. അതെന്ത് പണിയാറോ? ദിവസം എത്ര ഞാൻ കാത്തിരിക്കുന്നറിയോ? ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ ഞാൻ കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പറയുന്ന സമയത്ത് തിരിച്ചുകൊണ്ട് നേപ്പിക്കാം. അയ്യോ, അത് പറ്റില്ല. താനിങ്ങനെ സെൽഫിഷ് ആയാലും എങ്ങനെയാടോ? ഇപ്പൊ അവളെ നിങ്ങളോട് അയക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല. ഒരാഴ്ച കൂടെ എനിക്ക് സമയം തരണം. മിസ്റ്റർ തോമസ് സമ്മതിച്ചാൽ എനിക്ക് വിരോധമില്ല. ആരായാലും എനിക്കൊരാഴ്ചക്ക് 15,000 രൂപ കിട്ടണം, അത്രേ ഉള്ളൂ. അങ്കിൾ പ്ലീസ്, എനിക്ക് വേണ്ടി ഒന്ന് സമ്മതിക്കണം. ഇതൊരു പ്രേമലൈനാണെന്ന് തോന്നുന്നല്ലോ. നീ ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോ സ്വന്തമാണെന്ന് പറയുമോ? അത് ഒരാഴ്ച കഴിഞ്ഞ് വരൂ. ശരി, താനെന്റെ ശിഷ്യനായി പോയില്ലേ? പിന്നെ ഒരാഴ്ച എന്ന് പറഞ്ഞാ ഇന്ന് മുതൽ 7 ദിവസമാ. അത് മറക്കരുത്. ഇല്ല. അല്ല,
അപ്പൊ ക്യാഷ് അത് ഞാൻ മാനേജറോട് വിളിച്ച് പറയാം. അയാൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിച്ചു തന്നോളൂ. ഓക്കെ ഓക്കെ ബൈ. ആരാത്? അത് എന്റെ 1-2 സുഹൃത്തുക്കളാ. പിന്നെന്താ അവരെ അകത്ത് വിളിച്ചിരുത്താതിരുന്നേ? അവർക്ക് പോയിട്ട് തിരക്കുണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഒരു കാപ്പി പോലും കൊടുക്കാതെ. ഓ, അതൊന്നും സാരമില്ലെന്നേ. പിന്നെ ഇന്ദുവിന് കുട്ടേട്ടനോടൊരു പരിഭവമുണ്ട്. ഇവിടെ വന്നിട്ട് അച്ഛൻ അവളോട് മിണ്ടണില്ലെന്ന്. അത് കുട്ടികളോട് നമ്മളൊരു അകലം കീപ്പ് ചെയ്യണം, എന്നാലേ പേടിയുണ്ടാവും. നമ്മുടെ മോളല്ലേ കുട്ടേട്ട. നമ്മൾ അവളോട് അകലം കാണിച്ചാൽ നമുക്കും അവൾക്കും പിന്നെ എന്താ ഒരു സുഖം? അവളോട് അല്പം സ്നേഹം കാണിക്കണം. സ്നേഹം കാണിക്കണമെന്ന് പറഞ്ഞാൽ അത് ബോധ്യപ്പെടുത്താനൊക്കെ ബുദ്ധിമുട്ടാ. എനിക്കറിയില്ല.